ശ്രീ വി ജോയ്. സർ, കേരളത്തിലെ ആരോഗ്യരംഗം മോശമാണെന്ന്, മെഡിക്കൽ കോളേജുകൾ ആകെ കുഴപ്പമാണെന്നും വരുത്തി തീർക്കാൻ സ്വകാര്യ മേഖലയിലെ ചില ആശുപത്രികളുടെ അച്ചാരം വാങ്ങി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാർ. എൻ്റെ ചോദ്യം നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു 25 ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം. സൗജന്യ മരുന്നുകൾക്കായിട്ട് എത്ര കോടി രൂപ കൂടി നൽകിയെന്ന് പറയാമോ? സർ, 25 ലക്ഷത്തിൽ 17,000 രോഗികൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ളത്. അതുകൂടാതെ സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ 4 വർഷം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 7,708 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് സർ. സർ, ഒരു വർഷം സൗജന്യ മരുന്നിനു വേണ്ടി ഏതാണ്ട് 650 മുതൽ 700 കോടി രൂപ വരെ KMCL സർ അത് വാങ്ങിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ സർ, എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡയാലിസിസിന് സർക്കാർ സംവിധാനത്തിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ സർ 1,500 മുതൽ 2,000 രൂപ വരെയാകും. 9 വർഷം മുൻപ് സർ 12 ഡയാലിസിസ് സെൻറ്റേഴ്സ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നുള്ളൂ സർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രി തലം മുതലാണ് ഡയാലിസിസുകൾ സ്ഥാപിച്ചു വരുന്നത്. 112 ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക സർ? പുറത്ത് 1,500 മുതൽ 2,000, 1,500 കണക്കാക്കിയാൽ 3 ഡയാലിസിസ് ഒരു മാസം ചെയ്താൽ സർ 4,000, ഒരു ആഴ്ച ചെയ്താൽ 4,500 രൂപ. അപ്പോൾ ഒരു മാസം എത്ര രൂപ ഒരു വ്യക്തിക്ക് ചെലവാകും സാർ? അവിടെയാണ് സൗജന്യമായി സർക്കാർ ആശുപത്രികളിലൂടെ ഡയാലിസിസ് ഒരുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇതാണ് കേരളത്തിൽ ആളുകൾക്ക്, രോഗികൾക്ക് അനുഭവവേദ്യമാകുന്ന ചികിത്സയിലുള്ള മാറ്റം.